ഇപ്പോൾ നിലമ്പൂരിലെ ഒരു ആശുപത്രിയിൽ നിന്ന് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ, അവിടെ നിന്ന് എന്ത് കാര്യമാണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ താങ്കളുടെ കയ്യിൽ എന്താണുള്ളത്? നിലവിൽ നിലമ്പൂരിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ എല്ലാം തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിനായി തയ്യാറാക്കിയ ഏറ്റവും ഒടുവിലത്തെ ആംബുലൻസാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ടി നിലവിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. നിലവിൽ ഇന്ന് 7 മൃതദേഹങ്ങളാണ് നിലമ്പൂർ ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇതിൽ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളും ഉൾപ്പെടെയാണ് നിലവിൽ ഈ 7 എന്നുള്ള കണക്ക്. ആകെ ഈ അപകടമുണ്ടായതിനു ശേഷം നിലമ്പൂരിൽ മാത്രം 144 മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഈ കണക്കുകളെല്ലാം തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ചാലിയാർ പുഴയിലും നിലവിൽ ശക്തമായ തിരച്ചിൽ തുടരുകയാണ്. 2 ടീമുകളായി തിരിച്ചുകൊണ്ട് ഫയർഫോഴ്സും പോലീസും ഒപ്പം തന്നെ മറ്റുള്ള സേനകളും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമായും പുഴയിലല്ല, പുഴയ്ക്ക് സമീപമുള്ള മലകളിലും ഒപ്പം തന്നെ ഈ മരങ്ങൾ എല്ലാം തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്ന, കല്ലുകൾ അടഞ്ഞുകൂടിയിരിക്കുന്ന ഈ പ്രദേശത്തുമാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. കാരണം ഇന്ന് ഇപ്പോൾ ഈ ചാലിയാർ പുഴയിലെ വെള്ളം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില മൃതദേഹങ്ങൾ എവിടെയെങ്കിലും കരക്കടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമുക്ക് പോത്തുക്കൽ ഭാഗത്ത് നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചതെങ്കിൽ നിലവിൽ ഇന്ന് പോത്തുക്കലിൽ നിന്നും 20 കിലോമീറ്റർ കൂടി അകലെ മമ്പാട് ഭാഗത്ത് നിന്ന് 2 മൃതദേഹം കൂടി ലഭിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതായത് ഈ ശക്തമായ കുത്തൊഴുക്കിൽ ഏതാണ്ട് നിലമ്പൂർ ഭാഗത്ത് നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് വയനാടിൽ നിന്നും മലപ്പുറം ഭാഗത്തേക്ക് 40 കിലോമീറ്ററിലധികം ഈ പുഴയിലൂടെ മൃതദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഈ മമ്പാട് നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെ ഒരു ദൂരം സൂചിപ്പിക്കുന്നത് എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ മമ്പാട് നിന്ന് ലഭിച്ചിരിക്കുന്നത് പുരുഷന്റെ മൃതദേഹമാണ്. ഇതിൽ ലത എന്ന് പേരെഴുതിയിരിക്കുന്ന ഒരു മോതിരം ഉള്ളതായി നിലവിൽ രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, നിലവിൽ കൂടുതൽ രക്ഷാപ്രവർത്തകർ ഈ ചാലിയാർ പുഴയുടെ ഉൾഭാഗത്തുള്ള വനമേഖലയിൽ നിലവിൽ തമ്പടിച്ച് പരിശോധന വിവരങ്ങൾ നൽകിയത്.